ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മട്ടൻ കുറുമയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമാണ്. കുക്കറിലാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത്. ഒരു പാടുമില്ല നമുക്ക് കുക്കറിൽ നെയ്ച്ചോറ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ കുറുമ റെഡിയാക്കി എടുക്കാം. കുറുമ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മുളക് പൊടി, 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ സവോളയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അന്നേരം ആ മസാലയെല്ലാം നന്നായിട്ട് ആ മട്ടനിൽ പിടിച്ച് നല്ലപോലെ നമുക്ക് കിട്ടും. അതിനുശേഷം വേണം നമുക്ക് കുറുമ തയ്യാറാക്കാനായിട്ട് തുടങ്ങാൻ. ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പ്രഷർ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് 2 സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 2 വലിയ പച്ചമുളക് 2ആക്കി മുറിച്ചിട്ട് നടുക്ക് ഒന്ന് പൊളന്നെടുത്തതാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മട്ടനിൽ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഇനി ഇത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൊരിയണ്ട, എന്നാൽ ഒരു ഗോൾഡൻ കളർ ആകുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇവിടെ നമ്മുടെ സവോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിനി ഈ തക്കാളി സവോളയും കൂടി ഒന്നിച്ച് കിടന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളി നന്നായിട്ട് വെന്ത് ആ സവോളയായിട്ട് നല്ല പോലെ ഉടഞ്ഞ് ചേരണം. അത്രയും നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇവിടെ നമ്മുടെ തക്കാളിയും സവോളയും കൂടി നന്നായിട്ട് വഴന്ന് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് നമുക്ക് ഈ പാത്രത്തിലുള്ള അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആ അരപ്പെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി ആ സവോളയും തക്കാളിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരാവി വന്നതിന് ശേഷം നമുക്കിത് സിമ്മിലേക്കാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരാവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെയിറ്റ് ഇട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 4.5 മിനിറ്റ് ആയപ്പോഴാണ് ആവി വന്നത്. അത് ഓരോ സ്റ്റൗവിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ഒരാവി വന്നതിന് ശേഷം നമ്മൾ സിമ്മിലേക്ക് ഇട്ടു. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കിട്ടുന്ന ഇളത്തെ മട്ടനാണെങ്കിൽ ഒരു 7 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അത് വല്ലാണ്ട് അങ്ങ് വെന്ത് പോകും. അപ്പം മൂപ്പുള്ള മട്ടനാണെങ്കിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കുക, എങ്കിലേ അത് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനൊരു 10 മിനിറ്റ് സിമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെള്ള കശുവണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 10 നട്ട്സ് എടുത്തിട്ടുണ്ട്. മുഴുവനോടെയുള്ള നട്ട്സ് ആയാണ് 10, അതല്ലെങ്കിൽ ചെറിയ നുറുക്ക് പീസാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കുക. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ജാറാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് നട്ട്സൊക്കെ മുഴുവനോടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് പൊടിക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ആദ്യം നമുക്കിതൊന്ന് പൊടിക്കാം. അന്നേരം ആ നട്ട്സൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ നട്ട്സും കശുവണ്ടിയും തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ തേങ്ങയും നട്ട്സും കശുവണ്ടിയും കൂടി നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഇറച്ചി വെന്ത് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം വേണം നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ഇട്ട് ഒരാവി വന്നതിന് ശേഷം സിമ്മിലേക്ക് ഇട്ടിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ആവി പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവി പോയതിന് ശേഷം വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആവി പോയൊന്ന് നോക്കാം. ആവിയൊക്കെ തീർത്ത് പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മട്ടനൊക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നല്ല വെന്ത് മട്ടൻ കറിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. ഇവിടെ ഉപ്പെല്ലാം നല്ല കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും നട്ട്സും ഒക്കെ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കാം. ഒരല്പം വെള്ളം ഈ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കിങ്ങനെ ഇളക്കി നന്നായിട്ട് ചൂടായാൽ മതി. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാൻ ഒരു പാടുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അടുത്തത് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. അപ്പോൾ ഇത് നമുക്ക് അടച്ചങ്ങ് മാറ്റി വെക്കാം. നെയ്ച്ചോറും കൂടിയും തയ്യാറാക്കിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലാണ് നെയ്ച്ചോറ് നമ്മൾ റെഡിയാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കുക്കറിലാവുമ്പം. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ കാണിക്കുന്നത്. ഈ 3 കപ്പ് അരിക്ക് നമ്മൾ കുക്കറിൽ വെക്കുമ്പോഴത്തേക്ക് 4.5 കപ്പ് വെള്ളം എടുത്താൽ മതി. കുക്കറിലല്ലെങ്കിൽ നമ്മൾ 3 കപ്പിന് 6 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാനിപ്പം 4.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്ക ഒരു 6 എണ്ണം. ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ ഒരു 4 എണ്ണം എടുത്താൽ മതി. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് കറുവ, ഒരു 4 ഗ്രാമ്പു. ഇത്രയും സാധനങ്ങൾ മതി. ഒരുപാട് ഇടണ്ട. സ്പൈസസ് ഒത്തിരി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും. ഈ ഒരളവ് സാധനങ്ങൾ എടുത്താൽ മതി. പിന്നെ ഒരു 1/4 കപ്പ് നെയ്യ് വേണം. 2 ടേബിൾ സ്പൂൺ ഡാൽഡ വേണം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് സ്റ്റൗവിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കുക്കർ എടുത്ത് വെച്ച് കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യും ഡാൽഡയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നെയ്യും ഡാൽഡയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ചുവക്ക നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസും കൂടി ഇട്ട് കൊടുക്കാം.
സ്പൈസസും ഇട്ട് അത് നന്നായിട്ട് മൂക്കുമ്പോൾ ആ ഉള്ളി നല്ല ചുവന്ന കളറായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇനി ഈ സവോള നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പാകത്തിന് നോക്കി പോരാത്ത ഉപ്പ് ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. നട്ട്സും കിസ്മിസും ഒക്കെ ഇടണം എന്നുള്ളവർക്ക് ആദ്യം തന്നെ നെയ്യിൽ അതൊന്ന് ഇട്ട് മൂപ്പിച്ച് കോരിയെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വെന്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നില്ല. ഇവിടെ കുട്ടികൾക്കൊന്നും നട്ട്സും കിസ്മിസും ഒക്കെ ഇട്ടാൽ അവരതൊക്കെ എടുത്ത് കളയത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഇടണം എന്നുള്ളവർക്ക് അത് ആദ്യമേ തന്നെ ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമ്മളിതിൻ്റെ ഉപ്പെല്ലാം നോക്കണം. ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കി വെള്ളം തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഉപ്പെല്ലാം കറക്റ്റാണ്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച് തുടങ്ങിയതിന് ശേഷം വേണം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കഴുകി വാരി വെച്ചിരിക്കുന്ന 3 കപ്പ് അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങട്ടെ. തിളയ്ക്കാൻ തുടങ്ങി വരുമ്പോൾ നമുക്കിത് അടച്ച് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ 5 മിനിറ്റിന് മുമ്പ് ആവി വരുവാണെങ്കിൽ അന്നേരം നമ്മളത് ഓഫ് ചെയ്യണം. അതല്ല 5 മിനിറ്റ് ആയിട്ടും ആവി വന്നില്ലെങ്കിൽ നമ്മൾ 5 മിനിറ്റ് ആകുമ്പോൾ ഓഫ് ചെയ്യണം. കാരണം അത് ഓരോ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുവാണ്. ഇപ്പോൾ ഇവിടെ നല്ല പോലെ ആവി വരാനുള്ള ആ ഒരു സ്റ്റേജിലാണ് ആവി നിൽക്കുന്നത്. 5 മിനിറ്റ് ആയപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് ആവി പോകുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നെയ്ച്ചോറ് നമ്മളിത് ആവിയെല്ലാം പോയി നല്ല കറക്റ്റായിട്ട് നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ആ തുറക്കുന്നതിന് മുമ്പ് വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കണ്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ വെന്ത് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിലാണെങ്കിൽ നെയ്ച്ചോറ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ കുറുമയും നെയ്ച്ചോറും നമുക്ക് ഓരോ സെർവിങ് ബൗളിലേക്കൊന്ന് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ നെയ്ച്ചോറും മട്ടൻ കുറുമയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ്, മട്ടൻ കുറുമയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ മറക്കാതെ പറയണം. അപ്പോൾ റെസിപ്പി രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്.